മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കരുണയും ദുർഗ എല്ലാവരും സത്യങ്ങൾ അറിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ നശിപ്പിക്കണം എന്നുള്ള ചിന്തയിൽ പലതും ചെയ്യുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും ഉണ്ണി കരുണയോടും ദുർഗയോടും പല പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ സന്തോഷമൊക്കെ ഇപ്പോൾ തീരും. കരുണയ്ക്കാണെങ്കിൽ ഇതുപോലെ ഒരു വിഷു ഇനി ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവരുതെന്ന് കരുണ ആഗ്രഹിക്കും. ആ മാതിരി സങ്കട കരുണയ്ക്ക് വരാൻ പോണേന്ന്. ആ സമയം ഈ കരുണ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ ഉണ്ണിയേട്ടാ, തലയ്ക്ക് സുഖമില്ലേ? നിങ്ങൾ കുറച്ച് ദിവസമായല്ലോ വിഷുവോടുകൂടി സന്തോഷം തീരും എന്നൊക്കെ പറയണു, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം ഉണ്ണി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും നിങ്ങളോട് അതൊന്നും പറയണില്ല, നിങ്ങൾ അറിയുമ്പോൾ അറിഞ്ഞാൽ മതി. ഇനിയിപ്പോൾ അതിന് അധിക സമയമൊന്നുമില്ല, അധികം വൈകാതെ തന്നെ നിങ്ങൾ സത്യങ്ങളൊക്കെ അറിയും. അപ്പം നിനക്കും ഈ അമ്മയ്ക്കും അതുപോലെ നിന്നെ സ്നേഹിക്കുന്നവർക്കും നമുക്ക് ആർക്കും അത് സഹിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കണേ. ആ സമയത്ത് കരുണയാണെങ്കിൽ നിങ്ങളോട് സംസാരിച്ച് നിന്നാൽ വിഷുവായിട്ട് തലക്ക് ഭ്രാന്ത് പിടിക്കും, ഞാൻ പോവാം വാ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ദുർഗേനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് ഉണ്ണീനോട് വാഴയുടെ ഇല വെട്ടാൻ പറയുമ്പം ഉണ്ണി ചോദിക്കുന്നുണ്ട്, ഇല വെട്ടണോ അതോ തല വെട്ടണോ എന്ന് ചോദിക്കുമ്പം നിങ്ങളൊന്നും മിണ്ടാതെ പോയ ഉണ്ണിയേട്ടാ, വിഷുവായിട്ട് മനുഷ്യനെ വിഷമിപ്പിക്കാനായിട്ടെന്ന് പറഞ്ഞ് കരുണ പോകുന്നുണ്ട്. ദുർഗ അതേസമയം മോളെ ഭക്ഷണമൊക്കെ എടുത്തും കൂടി വയ്ക്ക്, അപ്പോഴേക്കും കണ്ണം വരുമായിരിക്കും എന്ന് പറയുമ്പം ഉണ്ണി വീണ്ടും പറയുന്നുണ്ട്, അയാൾ വന്നു കഴിയുമ്പം നിങ്ങൾക്ക് നല്ല വിഭവസമൃദ്ധമായ സദ്യ തന്നെ തരും, നോക്കിയിരുന്നോ എന്ന് പറയണം. അങ്ങനെ ഒരു സംസാരിച്ചിരിക്കുന്ന സമയത്ത് കണ്ണൻ്റെ വണ്ടിയുടെ ഒച്ച കേൾക്കുന്നുണ്ട്. ഒച്ചയായിട്ടതും കരുണയാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്ക് കണ്ണേട്ടൻ ഇത്ര വിലപിടിപ്പുള്ള നെക്ലേസൊക്കെ വാങ്ങി തന്നതല്ലേ, അതുകൊണ്ട് ഞാനൊന്ന് കണ്ണേട്ടനെ പോയി സഹായിക്കട്ടെ, ഞാനോടുകൂടി വീൽ ചെയറൊക്കെ ഉന്തിയും കൂടി കൊണ്ടുവരാമെന്നും പറഞ്ഞ് കരുണ മുൻവശത്തേക്ക് പോകുമ്പം ഉണ്ണിയാണെങ്കിൽ ഒരു പരിഹാസ ചിരിയോടുകൂടി നിൽക്കുന്നുണ്ട്. ദുർഗയ്ക്കാണെങ്കിൽ കരുണയുടെ പോക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ കരുണ ഭയങ്കര ചിരിച്ച് സന്തോഷത്തോടു കൂടി വരുമ്പം ഈ കണ്ണനാണെങ്കിൽ വീൽ ചെയറിൽ തന്നെ വീട്ടിലോട്ട് വരാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ കുറച്ച് വന്നതും കണ്ണൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്, അതും കാറിൻ്റെ ഉള്ളിലേക്ക്. കാറിൽ മഹാലക്ഷ്മി ഉള്ളതുകൊണ്ടാണ് കണ്ണൻ തിരിഞ്ഞു നോക്കുന്നത്. ഈ സമയത്ത് നമ്മളുടെ കരുണയാണെങ്കിൽ ഇയാളിത് ആരെയും നോക്കണേന്നുള്ള ചിന്തയിൽ കരുണയും അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. ആ സമയം ഡോറ് തുറന്ന് മഹാലക്ഷ്മി ഇറങ്ങണം കണ്ടതും കരുണയാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവളെന്താ ഇവിടെ, ഇവള് ഇങ്ങേരുടെ കൂടെ ഇങ്ങോട്ട് വന്നേ എന്തിനാ, ഇനിയിപ്പോൾ ഇങ്ങേരെ അറിയാതെ ഇവള് കാറി കയറി വന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്താ കരുണയെ ആലോചിച്ച് നിൽക്കണേ, നിൻ്റെ ഏടത്തിയെ കണ്ടിട്ട് എന്താ നിനക്കൊരു സന്തോഷവും ഇല്ലാത്തതെന്ന്. ആ സമയത്ത് കരുണ ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ, നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അത് നീ പറഞ്ഞിട്ട് വേണ്ട എനിക്ക് ഇങ്ങോട്ട് വരാൻ, കണ്ണേട്ടനെ എന്നെയും കൂടി വിളിച്ചുകൊണ്ട് വന്നേന്ന്. ആ സമയത്ത് കരുണയാണെങ്കിൽ വേഗം തന്നെ കണ്ണൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ കണ്ണേട്ടൻ ഈ കാണിക്കണേ, എന്തിനാ കണ്ണേട്ടൻ ഇവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നേന്ന് ചോദിക്കുമ്പം എൻ്റെ ഭാര്യ പിന്നെ ഇങ്ങോട്ടല്ലാതെ വേറെ എങ്ങോട്ടാ കരുണയെ പോകണ്ടേന്ന് ചോദിക്കണം. അത് കേട്ടതും കരുണയ്ക്ക് വീണ്ടും ഷോക്കാവുന്നുണ്ട്. ഈ സമയത്ത് ഈ കണ്ണൻ വന്നിട്ടും അകത്തേക്ക് കയറി വരാത്ത എന്താണെന്ന് ഓർത്ത് ഈ ദുർഗയാണെങ്കിൽ വെളിയിലേക്ക് വരുന്ന സമയത്ത് ഈ മഹാലക്ഷ്മിയും കണ്ണനും കൂടെ നിൽക്കണ ആ ഒരു സീനാണ് കാണുന്നത്. അത് കണ്ടതും എന്താടി നീ ഇവിടെ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ, വിഷുവായിട്ട് നിന്നെ കാണരുതെന്ന് ആഗ്രഹിച്ചതാ, പക്ഷെ അമ്പലത്തിൽ വെച്ച് നിന്നെ കണ്ടു, പിന്നെ വീണ്ടും നീ ഇങ്ങോട്ട് വന്നേ എന്തിനാടി, ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞ് ദുർഗ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതെന്തിനാ ഞാനിവിടെ നിന്ന് ഇറങ്ങണേ, ഈ വീട് എനിക്കും കൂടി അവകാശപ്പെട്ടതാ, അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ഇവിടെ താമസിക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. അന്നേരം ദുർഗ കണ്ണനോട് പറയുന്നുണ്ട്, എന്താടാ മോനെ ഇവള് ഈ പറയണത്, നിനക്കൊന്നും പറയാനില്ലേ, ഇവളോട് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറ മോനെ എന്ന് പറയുമ്പോൾ, അതെന്തിനാ അമ്മേ അവളെ ഇവിടുന്ന് ഇറക്കി വിടുന്നത്, അവളെൻ്റെ ഭാര്യയല്ലേ, അവളിനി താമസിക്കുന്നത് ഇവിടെയാണ്. അത് കേട്ടതും ഈ ഉണ്ണിയാണെങ്കിൽ പരിഹാസത്തോടു കൂടി ചിരിച്ചുകൊണ്ട് ഈ ദുർഗയുടെയും കരുണയുടെയൊക്കെ നേരെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഈ ദുർഗ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണോ മോനെ ഈ പറയണേ, ആരുടെയോ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് നടക്കണേ, ഇവളെ ഈ വീടിൻ്റെ പടി ചവിട്ടിക്കില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇറങ്ങടി ഇവിടെ നിന്നും പറഞ്ഞ് വീണ്ടും മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുമ്പം കണ്ണൻ പറയുന്നുണ്ട്, മഹിയെ തൊട്ട് പോകരുത്, എന്തൊക്കെയാണോ മോനെ നീ പറയണേ, ഇവിടെ എന്തൊക്കെയാണ് നടക്കണേന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ കരുണയുടെ അമ്മയുടെയൊക്കെ സന്തോഷം വിഷുവായിട്ട് ഇന്ന് തന്നെ തീർന്നോളും, ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതാ ഇയാളും ഇവളും കൂടി നമ്മളെ ചതിക്കുവാന്ന്, അപ്പം നിങ്ങളെന്താ പറഞ്ഞേ, എൻ്റെ തലയ്ക്ക് സുഖമില്ല എന്നല്ലേ, എന്തായാലും കരുണ പറഞ്ഞതുപോലെ ഒരു ഡോക്ടറെ കണ്ടുപിടിച്ചോ, കരുണേനെ അമ്മേനെ ചികിത്സിക്കാം, എന്നെ ചികിത്സിക്കാൻ ഏതെങ്കിലും മെൻ്റൽ ഡോക്ടറെ കണ്ടുപിടിക്കണം എന്നല്ലേ കരുണ അമ്മേനോട് പറഞ്ഞിരുന്നു. അത് കേട്ടതും കണ്ണനാണെങ്കിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കരുണ വന്നിട്ട്, എന്തായാലും നിന്നെ ഇങ്ങോട്ട് കയറ്റൂലാടി എന്നൊക്കെ പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതിന് നിൻ്റെ അനുവാദമൊന്നും വേണ്ട, എനിക്ക് ഇതെൻ്റെ ഭർത്താവിൻ്റെ വീടാണ്, ഇവിടെ ആര് കയറണമെന്ന് തീരുമാനിക്കുന്നത് ഞാനും കണ്ണേട്ടനും, പിന്നെ നിങ്ങളോ ഇവിടെ നിർത്തിയേക്കുന്നത് തന്നെ ഞങ്ങളുടെ ഒരു കാരുണ്യമായിട്ട് കരുതിയാൽ മതിയെന്ന്. അങ്ങനെ ഈ
മഹാലക്ഷ്മി കണ്ണനും കൂടി അകത്തേക്ക് വരുന്നുണ്ട്. അകത്തേക്ക് വന്നതും അമ്മ ഇവിടെ സദ്യയൊക്കെ റെഡിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദുർഗയ്ക്കാണെങ്കിൽ ദേഷ്യത്തോടുകൂടി ദുർഗ പറയുന്നുണ്ട്, നീ വരാൻ വേണ്ടി ഞങ്ങൾ നോക്കിയിരിക്കുമായിരുന്നു. എടാ മോനെ, എന്നാലും നീ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ എന്തിനാ? ഇവള് വല്ലവൻ്റെ കുഞ്ഞിനെയല്ലേ വയറ്റിലിട്ടുകൊണ്ട് നടക്കണേന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അമ്മയോട് പറഞ്ഞ ഇതെൻ്റെ കുഞ്ഞാന്ന് പറയുമ്പം ദുർഗയ്ക്കാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റണില്ല. കാരണം കണ്ണൻ എഴുന്നേറ്റ് നടന്ന വിവരമൊന്നും ഇവർക്ക് അറിയില്ലാത്തതുകൊണ്ട് തന്നെ ദുർഗ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാടാ വീൽ ചെയറിൽ നിന്നും എഴുന്നേക്കാൻ പറ്റാത്ത നിനക്ക് എങ്ങനെയാണ് കുഞ്ഞുങ്ങളുണ്ടാവണേന്ന് ചോദിക്കുമ്പം അതൊന്നും ഇപ്പോൾ അമ്മയോട് വിശദീകരിക്കേണ്ട കാര്യം എനിക്കില്ല. എന്തായാലും ഇയാളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് ഒരേ ഒരു അവകാശമുള്ളൂ, അതിൻ്റെ ഒരച്ഛൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പലരെയും അതിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിർത്തിയപ്പം ഞാനതെല്ലാം കേട്ടുകൊണ്ട് നിന്നത് വളരെ വേദനയോട് കൂടിയാണ്. എന്നാൽ ഞാനിപ്പോൾ ഒരു കാര്യം പറയാം, ഈ കുഞ്ഞിൻ്റെ ഒരേ ഒരു അവകാശി, അതിൻ്റെ ഒരേ ഒരു അച്ഛൻ ഈ കമലേശ്വരത്തെ കണ്ണനാണ്. അത് കേട്ടതും ദുർഗ കർണയെ പറയുന്നുണ്ട്, ഇത് ഞങ്ങൾ വിശ്വസിക്കില്ല. എന്നാലും നീ എന്ത് മന്ത്രം നൽകിയിട്ടാടി ഇവനെ വശീകരിച്ചെടുത്ത് വല്ലവൻ്റെയും കുഞ്ഞിനെ ചുവന്നുകൊണ്ടിരിക്കണം തന്നെ ഇവൻ സ്വീകരിക്കാനും ആ കുഞ്ഞ് ഇവൻ്റേതാണെന്ന് പറയുകയും ചെയ്യണമെങ്കിൽ ഇതിലെന്തോ ഒരു കളി നടന്നിട്ടുണ്ടെന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതൊന്നും നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. എന്തായാലും ഇത് കണ്ണേട്ടൻ്റെ കുഞ്ഞാന്നുള്ള കാര്യം എനിക്കും അറിയാം, കണ്ണേട്ടനും അറിയാം. പിന്നെ നിങ്ങളെ ബോധിപ്പിക്കണേ എന്തിനാ? അങ്ങനെ ഈ മഹാലക്ഷ്മിയും കണ്ണനും കൂടി സദ്യ കഴിക്കാനായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ദുർഗയാണെങ്കിൽ മനസ്സോടെ അവർക്ക് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് കരുണയാണെങ്കിൽ കല്ലുതുള്ളി റൂമിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അനന്തുവിനെയും ലേഖനെയാണ്. ലേഖയാണെങ്കിൽ അനന്തുവിനോട് പറയുന്നുണ്ട്, മഹിയെ അങ്ങോട്ട് വിടണ്ടായിരുന്നു അനന്തുവേട്ട, അവിടെ മഹി സുരക്ഷിതയല്ല, മഹിക്കോ കുഞ്ഞിനോ എന്തെങ്കിലും ആപത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം തന്നെ കണ്ണേട്ടൻ്റെ കുഞ്ഞാ മഹിയുടെ വയറ്റിലുള്ളതെന്ന് പറഞ്ഞാൽ ആ രണ്ടാനമ്മയും ആ കരുണയും അടങ്ങിയിരിക്കില്ല. കരുണാന്ന് പേര് മാത്രമേ ഉള്ളൂ, അവൾക്ക് ഒരു കരുണയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് മഹിയെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാം അനന്ത് കേട്ടാന്ന് പറയുമ്പം അനന്ത് പറയുന്നുണ്ട്, നീ ഒന്ന് സമാധാനപ്പെട്, എന്തായാലും കണ്ണൻ്റെ ഒപ്പമല്ലേ മഹി അങ്ങോട്ട് പോയിരിക്കുന്നത്. ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മഹിയും കണ്ണനും ഇങ്ങോട്ട് തന്നെ വന്നോളും. പിന്നെ പ്രസവം കഴിയണവരെ നമുക്ക് മഹിയെ അങ്ങോട്ട് വിടണ്ട, ഇവിടെ തന്നെ പിടിച്ചു നിർത്താമെന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണയാണെങ്കിൽ റൂമിൽ ചെന്ന് ദേഷ്യത്തോടു കൂടി നിൽക്കുന്ന സമയത്ത് ഉണ്ണി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട് കരുണ? എനിക്ക് തലയ്ക്ക് സുഖമല്ല, ഡോക്ടറെ കാണിക്കണം എന്നല്ലേ നീയും അമ്മയും കൂടിയും പറഞ്ഞേ? അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ സന്തോഷം വിഷു വിട്ടു പോവില്ല എന്ന്. ഇപ്പം എങ്ങനെയുണ്ട്? വിഷു സദ്യ ഒന്നും നീ കഴിക്കണില്ലേ എന്ന് ചോദിക്കുമ്പം നിങ്ങൾ മിണ്ടാണ്ട് പോയിക്കോ ഉണ്ണിയേട്ടാ, എന്നെ പ്രാന്ത് പിടിപ്പിക്കാതെ, ഇതറിഞ്ഞെങ്കിൽ ഞാനും കൂടെ വരുമോ പോലും ഇല്ലായിരുന്നല്ലോ എന്ന് പറയുമ്പം അതാ ഞാൻ പറഞ്ഞത്, നിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലൊരു വിഷു ഉണ്ടാവില്ല എന്ന്. അപ്പം നീ എന്നെ പരിഹസിക്കുമല്ലായിരുന്നോ? നീ മാത്രമല്ല നിൻ്റെ അച്ഛനും മുത്തശ്ശി എല്ലാവരും എന്നെ വെറും മണ്ടനായിട്ടല്ലേ കണ്ടേക്കണേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മളുടെ കരുണയാണെങ്കിൽ ഫോണെടുത്ത് പ്രതാപനെ വിളിക്കുന്നുണ്ട്. പ്രതാപൻ ഫോണെടുത്തതും എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ അതച്ഛാ ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരുമോ എന്ന് പറയണു. അതിനെന്താ മോള് വരുമെന്നും പറഞ്ഞ് ഇവിടെ ഞങ്ങൾ നോക്കി നിൽക്കുമായിരുന്നു എന്ന് പറയുമ്പം അതല്ല, ഞാനിനി ഉണ്ണിയേട്ടനുമായിട്ടുള്ള ജീവിതം അടുത്തിട്ടാണ് വരണേ, ഇപ്പം എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് വേറെ ഒന്നുമല്ല, ആ മഹാലക്ഷ്മിയിലെ അവൾ തിരിച്ചു വന്നിട്ടുണ്ടെന്ന്. അത് കേട്ടതും പ്രതാപൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ കണ്ണൻ അവളെ വീട്ടിൽ കയറ്റുമെന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെയാണ്? ആ കണ്ണച്ചാര് തന്നെ അവളെ വിളിച്ചുകൊണ്ട് വന്നേക്കണേ, ഇതെന്തൊക്കെയാണ് മോളെ ഈ കേൾക്കണേ? അതിന് അവൻ സമ്മതിക്കുമോ? അവനക്ക് എങ്ങനെയാണ് മനസ്സ് തോന്നിയെന്നൊക്കെ ചോദിക്കുമ്പോൾ കാരണം പറയുന്നുണ്ട്, എനിക്കതൊന്നും അറിയില്ല അച്ഛാ. ഇപ്പം കണ്ണേട്ടൻ പറയണത് ആ ലക്ഷ്മിയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ കണ്ണേട്ടൻ തന്നെയാണ്. ആ സമയത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് മോളെ വീൽ ചെയറിലിരിക്കണം, അവനക്ക് എങ്ങനെയാണ് കുഞ്ഞുങ്ങളുണ്ടാവണേന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ കാലമൊക്കെ ഒരുപാട് പുരോഗമിച്ചില്ലേ അച്ഛാ, ഏതെങ്കിലും മാർഗത്തിലൂടെ ആയിരിക്കും ഉണ്ടായത്. എന്തായാലും ഞാനിനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇത്രയും ദിവസം ഇവരെല്ലാവരും ചേർന്ന് നമ്മളെ പറ്റിക്കുമായിരുന്നില്ല മോളെ എന്ന് ചോദിക്കുമ്പം പിന്നെ അല്ലാതെ അതോർക്കുമ്പോൾ എനിക്ക് അവളെയും അയാളെയും കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാച്ചാ. എന്തായാലും ഉണ്ണിയേട്ടൻ പറഞ്ഞത് സത്യമായിരുന്നു, നമ്മൾ ഉണ്ണിയേട്ടനെ കളിയാക്കി. അന്നേ ഉണ്ണിയേട്ടൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ ഇത് നേരത്തെ തന്നെ നമുക്ക് മനസ്സിലായേനെന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും ഇവിടെ ഒരുത്തിയുണ്ടല്ലോ, അവൾക്കും ഇതൊക്കെ അറിയായിരുന്നിരിക്കും, അതുകൊണ്ടല്ലേ അവൾ നമ്മൾ മഹാലക്ഷ്മിയെ കുറ്റപ്പെടുത്തുമ്പോഴൊക്കെ എൻ്റെ മോളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, ഇതുപോലൊരമ്മയെ ആർക്കും കിട്ടരുതെന്നാണ് ഇപ്പം എൻ്റെ പ്രാർത്ഥന. എല്ലാ ചതിക്കും കൂട്ടി നിൽക്കുന്ന ഒരമ്മ ഇങ്ങനെയായി പോയെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് നമ്മളുടെ കരുണയ്ക്കാണെങ്കിൽ മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കണം എന്നുള്ള ആ ഒരു ചിന്ത മാത്രമാണ് കേട്ടോ. അങ്ങനെ ദുർഗയുടെ അടുത്ത് പറയുമ്പം ദുർഗ പറയുന്നുണ്ട്, ഒരിക്കലും ആ കുഞ്ഞ് ജനിക്കാൻ പാടില്ല മോളെ. ഇവിടെ കമലേശ്വരത്ത് ഒരു കുഞ്ഞ് ജനിക്കുന്നുണ്ടെങ്കിൽ അത് ഉണ്ണിയുടെയും മോളുടെയും കുഞ്ഞാ ജനിക്കാവുള്ളൂ. അതുകൊണ്ട് എന്താ വില കൊടുത്തും ആ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കണം. ഇനിയിപ്പോൾ അവളെ കൊന്നിട്ടാണെങ്കിലും ആ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കണം എന്ന്. അന്നേരം കരുണയും പറയുന്നുണ്ട്, ഇല്ലമ്മേ, ഒരിക്കലും ആ കുഞ്ഞ് ഭൂമി കാണാൻ ഞാൻ അനുവദിക്കില്ല. എനിക്കൊരു കുഞ്ഞില്ലാത്തടത്തോളം കാലം അവൾക്കും ഒരു കുഞ്ഞ് വേണ്ട. എന്തായാലും ഇന്ന് തന്നെ ഞാൻ അവളെയും കുഞ്ഞിനെയും ഇല്ലാണ്ടാക്കുമെന്നും പറഞ്ഞുകൊണ്ട് കലുതുള്ളി കരുണയാണെങ്കിൽ കണ്ണൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് കണ്ണനാണെങ്കിൽ ഇങ്ങനെ
വീൽ ചെയറിലൊന്നും അല്ലാതെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഡോറിൽ മുട്ടണ ഒച്ച കേൾക്കണം. വേഗം തന്നെ കണ്ണൻ കട്ടിലിരുന്നിട്ട് മഹാലക്ഷ്മിയോട് എത്താൻ ചെന്ന് ഡോറ് തുറക്കുമെന്ന് പറയണം. അങ്ങനെ മഹാലക്ഷ്മി ഡോറ് തുറന്നതും കരുണ ഇങ്ങനെ കലിതുള്ളി നിൽക്കണേ കാണണേ. എന്നിട്ട് മഹാലക്ഷ്മി എന്താ കരുണേ, നീ എന്തിനും കൂടെ വന്നേക്കണേന്ന് ചോദിക്കുമ്പം എനിക്കെന്താടിയും കൂടി വരാൻ പാടില്ലേ, നീ എല്ലാവരും കൂടി ഞങ്ങളെ ചതിക്കുമല്ലോ എറിഞ്ഞൂടി, നിന്നെ ഞാനിന്ന് കൊല്ലുമെന്നും പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് ഇങ്ങനെ റൂമിലോട്ട് കയറി വരുന്ന സമയത്ത് കണ്ണനാണെങ്കിൽ എന്താ കരുണേ നീ പുറത്ത് പോകുമെന്ന് പറയണം. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, ഇല്ല ഞാൻ ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാണ്ടാക്കിയിട്ട് ഇവിടുന്ന് പോകുള്ളൂ എന്നും പറഞ്ഞ് റൂമിലോട്ട് കയറി വന്ന് മഹാലക്ഷ്മീനെ ഇങ്ങനെ പിടിക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. പക്ഷേ കരുണയ്ക്കോ ഉണ്ണിക്കോ ദുർഗയ്ക്കോ അതുപോലെ വാമദേവനോ ആർക്കും മഹാലക്ഷ്മിയോ കുഞ്ഞിനെയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇവരെ നശിപ്പിക്കാന്നുള്ളത് വെറും വ്യാമോഹം മാത്രമാണെന്ന് അവർക്കൊട്ടും മനസ്സിലാവണില്ല. ഇനി തുടർന്ന് വരുന്ന എപ്പിസോഡുകളിലെല്ലാം ഈ മഹാലക്ഷ്മിയും കുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിക്കുന്ന എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.